എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നറൂട്ടോ അവനാണെങ്കിൽ ഇപ്പൊ കിടന്നിട്ട് ഉറക്കമൊന്നും വരാതെ ഒണോക്കയോട് തർക്കിച്ച് എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോന്നറിയാൻ ആ സ്ഥലത്തിന് ചുറ്റും അങ്ങനെ നടക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആരോ ഒരാൾ അവന്റെ അടുത്തേക്ക് വരുന്നത് ഇപ്പൊ ബൊറൂട്ടോ കാണും. അത് മറ്റാരുമല്ല, തുണീൻ എക്സാമിന് ഹിഡൻ സ്റ്റോൺ വില്ലേജിൽ നിന്ന് അവിടേക്ക് വന്ന ആ 3 സ്റ്റുഡൻസിൽ ഒരുവനാണവൻ. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ആരാണെന്ന് മനസ്സിലാവും. ഉടനെ അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഓട്ടോയായിട്ട് ഇപ്പൊ പൊരിഞ്ഞ അടിയിടി ബഹളം. ഇവരുടെ അടിയുടെ ശബ്ദമൊക്കെ കേട്ട് മാസ്റ്റർ ഒണോക്കി ആളിപ്പോ അവരുടെ അടുത്തേക്ക് വരാണ്. ഒണോക്കി ആണെങ്കിൽ അവനോടും കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ഇപ്പൊ അവനും കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ എടുത്തു കൊടുക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ ആ സെക്കി പയ്യൻ അവൻ ബൊറൂട്ടോട് ചോദിക്കും, ഓ നിന്നെയും നിന്റെ ഫ്രണ്ട്സിനെയും ഒണോക്കി മാസ്റ്റർ അദ്ദേഹം രക്ഷിച്ചല്ലേ? അദ്ദേഹം ഹിഡൻ സ്റ്റോൺ വില്ലേജിലെ തന്നെ രക്ഷകനാണെന്ന് പറഞ്ഞ് അവനിപ്പോ താഴെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. ഒണോക്കിയാണെങ്കിൽ ആ സെക്കി പയ്യനോട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമില്ല, മനസാക്ഷിക്കല്ല് അത് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ അവൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും. എനിക്കിതുവരെ എന്റെ കല്ല് പോലും കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. ഞാനെങ്ങനെ അവനെ ഹെൽപ്പ് ചെയ്ത് അവന്റെ സ്റ്റോൺ അത് കണ്ടെത്തി കൊടുക്കും? അതിനൊണോക്കി പറയും, നീ അവനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കും അവനോടൊപ്പം ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയും. സോ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ സ്റ്റോണ് അത് കണ്ടെത്തണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ റിസർച്ച് ലാബ് കാണിക്കും. അവിടെ മീറ്റ്സികയെ വെച്ച് ആ ഡോക്ടർ ആള് കാര്യമായിട്ട് എന്തൊക്കെയോ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തുകയാണ്. ആക്ച്വലി മീറ്റ്സികയുടേത് പോലെ ഒരു പെർഫെക്റ്റ് ബോഡിയാണ് അവർ ഇത്രയും കാലം അന്വേഷിച്ചത്. പക്ഷെ ആ കേഴ്സ് മാർക്ക് പവർ അത് മീറ്റ്സികയുടെ ബോഡിയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ റിസർച്ച് അതത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല. കട്ട് ചെയ്ത ഇവിടെ ഡോക്ടർ ആളാണെങ്കിൽ ലോർഡ് കോവിന്റെ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. ലോർഡ് കോ നമ്മൾ കരുതിയത് പോലെ തന്നെ അവന്റെ ബോഡി വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷെ എന്താ, അവന്റെ ബോഡിയിലെ കേഴ്സ് മാർക്ക് പവർ അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ റിസർച്ച് അത് തുടങ്ങാൻ പറ്റൂ. അതിന് ഒരു മനുഷ്യന്റെ ഹൃദയം അത് ആവശ്യമാണ്. ആ ഒരു ദൗത്യം ഞാൻ ലോർഡ് കോവിനെ ഏൽപ്പിക്കുകയാണ്. എനിക്കൊരു മനുഷ്യന്റെ ഹൃദയം അത് എത്തിച്ചു തരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ റിസർച്ചുമായി മുൻപോട്ട് പോകാൻ പറ്റൂ. ലോർഡ് കോവിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സ്റ്റോൺ വില്ലേജിലുള്ള ഒരാളെ കൊന്ന് ഹാർട്ട് എടുക്കാനായി പറ്റില്ല. അതേസമയം അക്കട്സുചി അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ലീഫ് വില്ലേജിലേക്ക് പോയി നറൂട്ടോയുടെ ഈ കാര്യം പറയണം എന്ന ഉറച്ച തീരുമാനമായി മുൻപോട്ട് ഓടുകയാണ്. അവന് ചുറ്റും ആ ഒരു മോൺസ്റ്റർ ആനിമല് അവറ്റകൾ അങ്ങനെ വന്ന് അവനെ അടിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ കറക്റ്റ് ടൈമിൽ കൊനഹമാരു അവൻ അവിടേക്ക് ചാടി വന്ന് ആ ആനിമൽസുമായിട്ട് അറഞ്ചം പൊറഞ്ചം ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ ബൊറൂട്ടോയും ആ പയ്യനും അവർ രണ്ടുപേരും ചേർന്ന് ആ സ്റ്റോൺ അന്വേഷിക്കുകയാണ്. അവരെത്രയൊക്കെ അന്വേഷിച്ചിട്ടും അവർക്ക് ആ സ്റ്റോണ് അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ പയ്യൻ പറയും, ആ സ്റ്റോണിനെ കുറിച്ച് എന്റെ ഗ്രാൻഡ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ സ്റ്റോൺ നമ്മുടെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ അത് തിളങ്ങാനായിട്ട് ആരംഭിക്കും. ഉറപ്പായാലും ആ കല്ല് ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കുകയാണ്. അങ്ങനെ അവർ ഒരുപാട് നേരം ആ സ്ഥലം മുഴുവൻ കയറി ഇറങ്ങി സ്റ്റോണിന് വേണ്ടി അന്വേഷിക്കുകയാണ്. അതേസമയം ഒണോക്കിയുടെ അവസ്ഥ അത് വളരെ മോശമാവും. അത് തിരിച്ചറിഞ്ഞ ബൊറൂട്ടോയും ആ പയ്യനും അവർ രണ്ടുപേരും ഒണോക്കിയുടെ അടുത്തേക്ക് വരികയാണ്. ആ പയ്യനാണെങ്കിൽ ഒണോക്കിയുടെ ബോഡി അത് മസാജ് ഒക്കെ ചെയ്തു കൊടുത്ത് അവനെ റിലാക്സ് ചെയ്യാൻ പറയും. കട്ട് ചെയ്ത ആ ലോർഡ് കോവും ഡോക്ടറും അവർ രണ്ടുപേരും ചേർന്ന് ഷിക്കടെ ലാബിലേക്ക് കൊണ്ടുവരികയാണ്. അവന്റെ ബോഡിയിലാണെങ്കിൽ ബെൽറ്റൊക്കെ ഇട്ട് വരിഞ്ഞു മുറുകി ലോക്ക് ചെയ്യും. അതിനുശേഷം ഇപ്പൊ അവന്റെ ഹാർട്ടാണ് അവർ ആ എക്സ്പെരിമെന്റിന് വേണ്ടി ചൂസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഷിക്കടയാണെങ്കിൽ എങ്ങനെയൊക്കെയോ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ആ ഡോക്ടറെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് കൊനഹമാരു അവൻ ഫിജിഗാഗയുടെ മാൻഷനിലേക്ക് വരികയാണ്. അവിടെ ഫിജിഗാഗയുടെ അസിസ്റ്റന്റ് ആള് ബോധം കെട്ട് കിടക്കുന്നത് കാണും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരുപാട് നേരമായിട്ടും ബൊറൂട്ടോയ്ക്കും ആ പയ്യനും അവർക്ക് രണ്ടുപേർക്കും സ്റ്റോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒണോക്കിക്കാണെങ്കിൽ അവരുടെ അന്വേഷണവും ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അവന്റെ ആളുടെ കുട്ടിക്കാലം ഓർമ്മ വരും. ആളുടെ ചെറുപ്പത്തിലും ആൾ ഇതുപോലെ തന്നെയായിരുന്നു. അന്നത്തെ ഫിജുഗാഗയാണ് ആൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതും ഒണോക്കെ ഗൈഡ് ചെയ്തതും. ഇവിടെ ബൊറൂട്ടോ അവൻ പഴയ സ്റ്റോറിയൊക്കെ കേട്ട് വെള്ളം എടുത്ത് കുടിക്കാൻ നോക്കും. അത് ഓൾറെഡി ആ പയ്യൻ കുടിച്ചു വറ്റിച്ചതുകൊണ്ട് തന്നെ അതിലാണെങ്കിൽ ഇപ്പൊ വെള്ളമില്ല. അങ്ങനെ ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ആ പയ്യനെയും കൂട്ടി വെള്ളം എടുക്കാനായി അല്പം ദൂരേക്ക് പോവും. അപ്പോഴായിരിക്കും അവരുടെ മുൻപിലേക്ക് വലിയൊരു ചെന്നായ അതങ്ങനെ ചാടി വീണ് അവർ അറിഞ്ഞും പുറഞ്ഞ് അറ്റാക്ക് ചെയ്യാണ്. ബൊറൂട്ടോയും ആ പയ്യനും അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് പരസ്പരം പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പൊ അതുമായിട്ട് ഫൈറ്റ് ചെയ്യും. ആ പയ്യനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെ രക്ഷിക്കാൻ വലിയൊരു പാറയിൽ ആഞ്ഞെട്ടിക്കും. ആ ഒരു പാറ തകർന്ന് അവർ ഇത്രയും നേരം അന്വേഷിച്ച ആ ഒരു കല്ല് അതിപ്പോ അവന്റെ കയ്യിൽ കിട്ടുകയാണ്. അവൻ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. ആ കല്ലാണെങ്കിൽ ഇപ്പൊ അവർക്ക് പുറത്തേക്ക് പോകേണ്ട വഴി അത് കാണിച്ചു കൊടുക്കും. അതിലൂടെ അവർ പുറത്തേക്ക് വരും. മറ്റൊരു ഭാഗത്ത് ഡോക്ടറും ലോർഡ് കോവും
അവരാണെങ്കിൽ ഇപ്പൊ ലാബിൽ നിന്ന് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കും. മാസ്റ്റർ കൂ ആണെങ്കിൽ ആൾ ടെൻഷനായി കൈയിലേക്ക് നോക്കും. ആ കൈ അതിപ്പോ പതിയെ പതിയെ ബ്രേക്ക് ആവുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫിജുക്കാഗയുടെ അസിസ്റ്റന്റ് ആൾക്കിപ്പോ ബോധം വീണു. അവനിപ്പോ സ്റ്റോൺ വില്ലേജിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മറ്റു വില്ലേജിനെ അറിയിക്കാനായിട്ട് ആരംഭിക്കും. അപ്പോഴേക്കും ലോർഡ് കൂവും അവന്റെ അസിസ്റ്റൻസും അവരവിടേക്ക് വന്ന് ഇപ്പൊ അവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും ഒണോക്കിയും അവർ രണ്ടുപേരും ഒണോക്കിയുടെ കൊച്ചുമകന്റെ കല്ലറയുടെ അടുത്തേക്ക് വരും. ഒണോക്കി പറയും ഫോർത്ത് നിഞ്ച വാർ. അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളുടെ ഗ്രാമം അത് റീബിൽഡ് ചെയ്തെടുത്തത്. ഒണോക്കിയാണെങ്കിൽ ഫിജുകാഗയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആളുടെ കൊച്ചുമകൻ അവനെ കാണാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും. ആക്ച്വലി ഈ കൊച്ചുമകനെ കാണുമ്പോൾ ബൊറൂട്ടോടെ ചെറിയൊരു ഫേസ് കട്ടില്ലേ, ആളുടെ പേരക്കുട്ടിക്കാണെങ്കിൽ ഒണോക്കിയെ ഒരുപാട് ഇഷ്ടമാണ്. അവൻ പറയും ഉറപ്പായിട്ടും ഞാൻ ഒരുപാട് ട്രെയിനിങ്ങും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഇപ്പോൾ ഉള്ള ഫിജിക്കാഗമാരെ കഴിഞ്ഞൊക്കെ ബെസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ച് അവർ ടൈം സ്പെൻഡ് ചെയ്യും. ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ് ഒണോക്കി. അവൻ അവന്റെ ഗ്രാൻഡ് ചൈൽഡിന്റെ അടുത്തേക്ക് പോവുകയും അവന്റെ കൂടെ ഒരുപാട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു ദിവസം ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും പേരക്കുട്ടിയെ അവനെ കാണാനില്ല. അപ്പോഴായിരിക്കും അക്കട്സുജി അവൻ നിലവിളിച്ച് കരഞ്ഞ് ഇപ്പോ ഒണോക്കിയുടെ അടുത്തേക്ക് ഓടി വരിക. അവൻ നിലവിളിച്ച് വന്ന് ഇപ്പൊ ഒണോക്കിയോട് പറയും അങ്ങയുടെ പേരക്കുട്ടി കൊസുജി അവനിപ്പോ ഹോസ്പിറ്റലിലാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത കൊസുജിയെ കാണിക്കും. ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുകയാണ്. ഇതൊക്കെ ഷിനോബികൾ ചേർന്ന് അവനെ അറിഞ്ഞം പുറഞ്ഞ് തല്ലി. ഇപ്പോ അവന്റെ ഹെൽത്ത് കണ്ടീഷൻ അത് വളരെ വീക്കാണ്. കൊസുജി ആണെങ്കിൽ ഇപ്പൊ ഒണോക്കിയുടെ കൈ പിടിച്ച് പറയും നമ്മുടെ ഗ്രാമത്തിലുള്ള വാല്യുബിൾ ആയിട്ടുള്ള ചില സാധനങ്ങൾ അത് മറ്റു ചില ഷിനോബികള് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു. ഞാനത് തടയാനിടയായി. അവരാണ് എന്നെ ഈ ഗതിയിലാക്കിയത്. പക്ഷെ ഒരു കാരണവശാലും ഞാൻ അവരെ ആരെയും വെറുതെ വിടില്ല. എനിക്ക് വലിയൊരു ഫിജുകാഗെ ആവണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും ഞാൻ തയ്യാറാണ്. ലോകത്തിന് മുഴുവൻ എനിക്ക് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞ് അവനിപ്പോൾ അവിടെ മരണപ്പെട്ടു പോവാണ്. ഒണോക്കിയാണെങ്കിൽ അത് കണ്ട് നിലവിളിച്ച് കരയും. നെക്സ്റ്റ് ഡേ അവന്റെ ഫ്യൂണറൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് ആകെ തകർന്ന മനസ്സുമായി. ഒണോക്കിയാണെങ്കിൽ ഇപ്പൊ ഫിജുകാഗയുടെ അടുത്തേക്ക് വരും. ഫിജുകാഗ പറയും നമ്മുടെ ആൾക്കാർ അവര് റീഎൻഫോഴ്സ്മെന്റിന് വേണ്ടി അവിടേക്ക് എത്തുമ്പോഴേക്കും ഇവൻ ഒറ്റയ്ക്ക് പോയി ആ വില്ലന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവന് ഈ അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞ് അവളും ഇപ്പൊ കരയാണ്. അത് കേട്ട് ഓരോ ദിവസവും ഒണോക്കി അദ്ദേഹം ദുഃഖത്തിൽ തന്നെയായിരിക്കും മുൻപോട്ടേക്ക് ജീവിക്കുക. ഫിജുകാഗെ ആണെങ്കിൽ മരിച്ചുപോയ പേരക്കുട്ടിയുടെ ഒരു ബുക്ക് എടുത്ത് ഇപ്പൊ ഒണോക്കിയുടെ കയ്യിൽ കൊടുക്കും. ഒണോക്കി ആണെങ്കിൽ ആ ബുക്ക് തുറന്ന് വായിക്കും. അതിൽ മറ്റൊന്നും ആയിരിക്കില്ല, എന്റെ ഗ്രാൻഡ് പേ പോലെ എനിക്കും ഫിജുകാഗെയായി മാറണം. ഈ ലോകത്തിലെല്ലാം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഉടനെ ഒണോക്കി അവൻ ആ ബുക്കും എടുത്ത് കല്ലറയിലേക്ക് വരികയാണ്. തീർച്ചയായിട്ടും നിന്റെ ആഗ്രഹം അത് ഞാൻ സാധിച്ചു തരും. അതിനുശേഷം ഒണോക്കി ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി ആ ഒരു ആനിമൽ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിന് സഹായമായി ആ ഡോക്ടറും കൈകോർത്ത് അവർ വളരെ അഡ്വാൻസ്ഡ് ആയി ആ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അവർ രണ്ടുപേരും ചേർന്ന് ഒരു ലാബൊക്കെ സെറ്റപ്പ് ചെയ്ത് ആദ്യമായി കൂവിനെ ക്രിയേറ്റ് ചെയ്തു. അവർ പതിയെ ആ മോൺസ്റ്റർ ആനിമൽ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. കട്ട് ചെയ്ത ഒണോക്കി അവൻ ബൊറൂട്ടോട് പറയും ഈ ഒരു റിസർച്ച് അത് മറ്റു ഗ്രാമങ്ങളെ തകർക്കാനോ ഉപദ്രവിക്കാനോ അല്ല, മറിച്ച് എനിക്ക് എന്റെ ഗ്രാമത്തിലുള്ള ജനങ്ങളെയും പുതിയ ജനറേഷനെയും അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രമാണ് ഇത് ഞാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഈ ഒരു റിസർച്ച് അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ നിന്റെയും മീറ്റ്സുകയുടെ ഒക്കെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തവരൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോവാണ്. സോ വൈറ്റ് സെറ്റ്സുവിനെ അതിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ഞങ്ങളുടെ പ്ലാൻ. അതിന് ആപ്റ്റായിട്ടുള്ള ബോഡി അത് മീറ്റ്സുകയുടേതാണ്. ആ ഒരു ബോഡി കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് ഷോക്കാവും. അവന്റെ ബോഡി വെച്ച് ചെറിയ റിസർച്ച് അത് കഴിഞ്ഞ് ഉറപ്പായിട്ടും അവനെ പറഞ്ഞു വിടും. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഞങ്ങൾ ആർക്കും ഉണ്ടാക്കില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പൊ ഷിക്കട അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗ്രാമത്തിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ലോർഡ് കൂ ആണെങ്കിൽ ആ ഫിജിക്കാഗയുടെ മാൻഷൻ അത് കയ്യേറി കഴിഞ്ഞു. അവർക്ക് ഓപ്പോസിറ്റ് ആയിട്ട് നിന്ന എല്ലാവരെയും അവർ ബന്ദികളാക്കി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഫ്യൂച്ചർ തലമുറയെ പ്രൊട്ടക്ട് ചെയ്യണം എന്നല്ലേ, പക്ഷേ എന്നോട് കൂടെ ഫൈറ്റ് ചെയ്ത ആ രണ്ടുപേര് അവരെയും ശരിക്കും എനിക്ക് മനുഷ്യരെ പോലെ തന്നെയാണ് ഫീൽ ചെയ്തത്. അവർക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും കാര്യങ്ങൾ ചെയ്യാനും കഴിവുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി പോയി. അതുപോലെ തന്നെ അവറ്റുകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. മെയ്റ്റ്സുക നിങ്ങൾ കരുതും പോലെ ഒരാളല്ല. അവന് ഒരുപാട് പോസിറ്റീവ് തിങ്സ് ഉണ്ട്. ഇതുവരെ അവൻ ആരെയും ഉപദ്രവിക്കാനോ ഇല്ലാതാക്കാനോ ശ്രമിച്ചിട്ടില്ല. സോ ഒരു കാരണവശാലും ഈ ഒരു എക്സ്പെരിമെന്റിന് മെയ്റ്റ്സുകയെ വിട്ടുതരാനാവില്ല എന്ന് പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ അങ്ങനെ സ്റ്റെപ്പാണായിട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും
ഒണോക്കയുടെ അസിസ്റ്റൻസ് ആ വില്ലന്മാർ അവരവിടേക്ക് എത്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.